നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നീലമ്പേരൂരാണ്. നീലമ്പേരൂർ ഗ്രാമത്തിൻ്റെ ഒരു വലിയ ഉത്സവമാണ് ഓണത്തിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നടന്നു വരുന്നത്. ഒക്ടോബർ 1 പൂരം പടയുന്നതോടുകൂടി ഈ ആഘോഷങ്ങൾ ഏതാണ്ടൊരു വലിയ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇത് സംബന്ധിച്ച് ഇവിടെയുള്ള എന്തൊക്കെയാണ് ഈ ഒരു നീലമ്പേരൂരിൻ്റെ ഒരുക്കങ്ങൾ, ഈ പൂരം പടയണയുടെ വ്യത്യസ്തമായ രീതികൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘാടകരായ ആളുകൾ നമ്മളോട് വിശദീകരിക്കും. ചേട്ടാ നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു പരിപാടികൾ, നീലമ്പേരൂരിൻ്റെ ഒരു നാടിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ആഘോഷ പരിപാടികളാണുള്ളത്, ഈ ഒരു പരിപാടി എങ്ങനെയാണ് നാട്ടുകാർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ, അതോ പുറത്തുനിന്നുള്ള ആളുകൾ ഇപ്പോൾ വരുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പടയണി 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഓണത്തിൻ്റെ പിറ്റേ ദിവസം അവിട്ടത്തിന് ചൂട്ടിടിയിൽ നിന്ന് ചടങ്ങോടുകൂടി തുടങ്ങിയ പടയണി ഈ ഒക്ടോബർ 1 തീയതി സമാപിക്കും. നീലമ്പേരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നുമൊക്കെയുള്ള അനവധി ആളുകൾ ഇന്ന് പടയണിയിൽ സജീവമായിട്ട് പണികളിലും പടയണിയുടെ നടത്തിപ്പിലും പടയണിയുടെ ആഘോഷത്തിലുമെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പടയണിക്ക് വലിയൊരു ഒരു പ്രചാരം ലഭിച്ചു വരുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പടയണി എന്ന് പറയുന്നത് ജനകീയ ഉത്സവം എന്ന പോലെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഇതിലുപയോഗിക്കുന്ന ബഹുഭൂരിപക്ഷം വസ്തുക്കളും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അസംസ്കൃതമായി കിട്ടുന്ന വസ്തുക്കൾ തന്നെയാണ്. വാഴക്കച്ചിയാണെങ്കിലും താമരയിലയാണെങ്കിലും ചെത്തിപ്പൂവാണെങ്കിലും വാഴപ്പോള, ഇങ്ങനെ പറയുന്ന ദൈനംദിന ജീവിതത്തിൽ പാഴ്വസ്തുക്കൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ പടയണി ഇത്രയും മഹത്തരമായ ഇത്രയും വലിയ മൂല്യമുള്ള അല്ലെങ്കിൽ കലാമൂല്യമുള്ള ഒരു വലിയ രൂപങ്ങളുടെ നിർമ്മിതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ഉത്സവമായിട്ട് മാറുന്നത്.